ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുന്നത് കാണുവാൻ, ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം കൃപ ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-10 വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-10 വേദഭാഗങ്ങൾ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന മാന്യ പ്രേക്ഷകരിൽ പലരും ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പോകുന്നവരാണ്. എന്നാൽ നിങ്ങൾ അറിയണം സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ഒരു സഭയിലാക്കിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഒരു ദൈവദാസനോട് കൂടെ ചേർത്ത് നിർത്തിയിരിക്കുമ്പോൾ, നിങ്ങളൊരു ദർശനത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ഈ വാക്യം നിങ്ങൾ വിസ്മരിക്കരുത്, മറന്നു പോകരുത്. നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് ആരാണ്? നിങ്ങളെ കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ ഫെലോഷിപ്പിലേക്ക് എത്തിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. 2, അത് യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ്. 3, നിങ്ങളെ അതിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നിങ്ങളായിരിക്കുന്ന ആ ആത്മീയ സമൂഹത്തിൽ, ആ കൂട്ടായ്മയിൽ, ആ സഭയിൽ അല്ലെങ്കിൽ ആത്മീയ ദർശനത്തിൻ്റെ കീഴിൽ ദൈവം നിങ്ങളെ ആക്കി നിർത്തിയിരിക്കുന്നെങ്കിൽ, ഒന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മനുഷ്യനല്ല, മതമല്ല, വ്യക്തികളല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരോ അല്ല നിങ്ങളെ അതിലേക്ക് നയിച്ചത്. നിങ്ങളെ അവിടെ എത്തിച്ചത് ദൈവമാണ്. ആ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നിങ്ങളൊരു സഭയിലായിരിക്കുമ്പോൾ ഒന്നാമത് അറിയേണ്ട ഒരു കാര്യം, ഒരു സഭയെന്ന് പറയുന്നത്, ഒരു ചർച്ചെന്ന് പറയുന്നത് ഒരു പാസ്റ്ററും അല്ലെങ്കിൽ ആ സഭയെ നടത്തുന്ന ഒരു വ്യക്തിയും കുറേ ആൾക്കാരും കുറേ വാഹനവും അത് മാത്രമല്ല സഭയെന്ന് പറഞ്ഞാൽ. The church is not a pastor and some properties. The church is a father and family. ഒരു സഭയെന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും പോലെ വളരുന്ന ആത്മീയ ഭവനമാണ്. അതിനൊരു ദർശനമുണ്ട്. എല്ലാ സഭയ്ക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു ആത്മീയ ദർശനമുണ്ട്. ആ ദർശനത്തിൻ്റെ കീഴിൽ നാം നിൽക്കുമ്പോഴാണ് നാം ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ 29-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദർശനം ഇല്ലാത്തത് കൊണ്ട് ഈ ജനം മര്യാദ വിട്ട് നടക്കുന്നു. അപ്പോൾ ദർശനമില്ലാത്തത് കൊണ്ടാണ് ദൈവീക ക്രമത്തിൽ പലർക്കും നിൽക്കാൻ കഴിയാത്തത്. എന്നാൽ നാം ഒരു ദൈവിക ദർശനത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴാണ് ഒരു ദൈവിക ക്രമത്തിൽ നമുക്ക് വളരാൻ കഴിയുന്നത്. അതേ സഹോദരങ്ങളെ, നാം ഒരു സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഏതു മേഖലയിലാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ക്രമമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. എല്ലാത്തിനും ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡറുണ്ട്, ഒരു ക്രമമുണ്ട്. നിങ്ങൾക്കറിയുമോ, ഒരു ജനൽ നിൽക്കുന്നത് ചില കൊളുത്തുകളിൽ, ചില വിജാവരികളിലാണ്, ചില കതക് നിൽക്കുന്നത് അതിലാണ്. അതിൻ്റെ ക്രമം ഒന്ന് തെറ്റിയാൽ അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ കാറിൻ്റെ ഡോറ് ചില കൊളുത്തുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ക്രമം ഒന്ന് തെറ്റിയാൽ ആ ഡോർ അടയ്ക്കാനും തുറക്കാനും പാടുപെടും. എവിടെ ക്രമം തെറ്റുന്നോ അവിടെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. ആ ഒരു നന്മ ഇല്ലാതെയായിത്തീരും. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തിൽ നാം യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്നവരെ, ഞാൻ 1-2 ഉപദേശങ്ങൾ ഇന്ന് ഈ മെസ്സേജിലൂടെ നിങ്ങൾക്ക് നൽകി തരികയാണ്. നിങ്ങളെ ഒരു കൂട്ടായ്മയിൽ കർത്താവ് എത്തിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ ദൈവിക ദർശനത്തിൻ്റെ ഏണി പിടിക്കുന്നവരായി ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ ദൈവസഭയിൽ, ആ ദൈവിക ദർശനത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ ആ ദർശനം ഏറ്റെടുത്ത വ്യക്തിയുടെ ഏണി പിടിച്ച് നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഞാൻ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ഏണി പിടിക്കുന്നവരും എത്തിപ്പിടിക്കുന്നവരും. ഏണി പിടിക്കുവാൻ ഒരു കൂട്ടരുണ്ടെങ്കിൽ മാത്രമേ
അതിൻ്റെ മുകളിൽ കയറി ഇന്ന് ചിലർക്ക് എത്തിപ്പിടിക്കാൻ കഴിയത്തുള്ളൂ. നോക്കിയേ, എല്ലായിടവും വെളിച്ചമുണ്ടാകാൻ ഏണി വഴിയായി ഒരു മനുഷ്യൻ കയറി നിന്ന് ഒരു ബൾബ് ഇടാൻ കയറി നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ താഴെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതുപോലെയാണ് ആത്മീയ ശുശ്രൂഷയും. ദേശത്തിൽ വെളിച്ചമുണ്ടാകാൻ, ഇരുളടഞ്ഞു കിടക്കുന്ന ദേശത്തിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം വെളിപ്പെടുവാൻ, ദൈവിക പ്രകാശം ദേശത്തിൽ വെളിപ്പെട്ട് ദേശം പ്രകാശപൂരിതമാകാൻ ഒരു അഭിഷിക്തന് ദൈവം കൊടുത്ത ദൈവിക നിയോഗത്താൽ, ദൈവിക ദർശനത്താൽ അദ്ദേഹം ആ ഏണി കയറി നിൽക്കുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ ഒരു കൂട്ടരുണ്ടെങ്കിൽ വേഗം കാര്യങ്ങൾ നടക്കും. എന്നാൽ ചിലരുടെ ഉള്ളത്തിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്, ഞാൻ ഈ ഏണി പിടിച്ച് നിന്നാൽ എനിക്ക് എന്താണ് പ്രയോജനം? ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഞാനൊരു ഉപദേശം നിങ്ങൾക്ക് നൽകട്ടെ. ഈ ബൾബ് കത്തിയാൽ, ഈ വെളിച്ചം വെളിപ്പെട്ടു വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ബൾബ് ഇട്ടവനും ഏണി പിടിച്ചവനും ഒരുപോലെയാണ് വെട്ടം ലഭിക്കുന്നത്. ബൾബ് ഇട്ടവനും ഏണി പിടിച്ചവനും ഒരുപോലെ വെളിച്ചം ലഭിക്കുന്നെങ്കിൽ ഏണി പിടിക്കുന്നവരും എത്തിപ്പിടിക്കുന്നവരും ദൈവരാജ്യത്തിൽ ഒരുപോലെയാണ്. വളരെ വളരെ പ്രയോജനമുള്ളൊരു കാര്യമാണ്. എന്നാൽ പലർക്കും അതറിയില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇന്ന് ഈ ആത്മീയ സമൂഹത്തിൽ ദർശനമേറ്റെടുത്ത ഒരു അഭിഷിക്തനോട് ചേർന്ന് നിന്ന് ആ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ വ്യക്തികൾ തയ്യാറല്ല. നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നെഹമ്യ 2:20 നമുക്ക് കാണാൻ കഴിയുന്നു. നെഹമ്യ പ്രവാചകൻ പറയുന്നു, വരുവിൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ ശത്രു തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്ന കാഴ്ച നെഹമ്യാവ് കണ്ടപ്പോൾ, അല്ല, അവൻ കേട്ടപ്പോൾ, അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവമായിട്ടുള്ള ആഴമേറിയ അഭേദ്യമായ ബന്ധത്താൽ നെഹമ്യാവിൻ്റെ ഉള്ളത്തിൽ ഒരു ദൈവിക ദർശനം ജനിച്ചു. എന്നാൽ ആ ദർശനം തനിക്ക് തന്നെത്താൻ ചെയ്തെടുക്കുവാൻ കഴിയാത്തതായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ സഭയിൽ എൻ്റെ കൂട്ടുവേലക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട് പറയാറുണ്ട്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദർശനം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതല്ല, എന്നേക്കാൾ വലിയൊരു ദർശനമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ, നിങ്ങളൊരു സഭയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് മീതെയുള്ള അഭിഷിക്തനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തെക്കാൾ വലിയൊരു ദർശനത്തെയാണ്. അദ്ദേഹത്തിനത് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, കർത്താവിൻ്റെ വേല ഒറ്റയ്ക്ക് ചെയ്യുവാനുള്ളതല്ല. സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഈ ലോകത്തിൽ ഒന്നിച്ച് ഉയർത്താൻ കഴിയുന്നത് യേശുവിൻ്റെ നാമമാണ്. ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്നത് കർത്താവിൻ്റെ വേലയാണ്. ഒരു ഹോസ്പിറ്റൽ ഒരു ഡോക്ടറിന് ഒറ്റയ്ക്ക് നടത്താം. ഒരു സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ നടത്തുന്ന ആൾക്ക് ഒറ്റയ്ക്ക് നടത്താം. അല്ലെങ്കിൽ ഒരു സ്കൂള് ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് നടത്താം. ചില ജോലിക്കാരെയൊക്കെ നിർത്തി ശമ്പളം കൊടുത്ത് നടത്തിയാൽ മതി. അടുത്ത ജോലിക്കാരെ അടുത്ത ആണ്ടിൽ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ട് അടുത്ത ആളെ ചേർത്ത് നിർത്താം. പക്ഷേ കർത്താവിൻ്റെ വേല അതല്ല. വഴി പോകുന്ന എല്ലാവരെയും വിളിച്ചേൽപ്പിക്കാൻ കഴിയുന്നത് ഒന്നല്ല കർത്താവിൻ്റെ വേല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവിക ദർശനം ഏറ്റെടുത്ത വ്യക്തികൾക്ക് മാത്രമേ കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയത്തുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഈ പ്രോഗ്രാം കാണുന്ന സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ എൻ്റെ ആത്മീയ പുത്രന്മാരോട്, അല്ലെങ്കിൽ ലോകം എമ്പാടും എന്നെ കാണുന്ന ദൈവജനത്തോട് പറയട്ടെ, ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ നിങ്ങൾ തയ്യാറായാൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ വേഗം സ്ഥാപിതമാകും. നോക്കിയേ, നെഹമ്യാവിൻ്റെ ദർശനം ഏറ്റെടുത്ത് അങ്ങിങ്ങായി ചിതറിപ്പാർക്കുന്ന ഓരോരുത്തരും ഒന്നിച്ചു കൂടി വന്ന് നെഹമ്യാവിൻ്റെ ഉള്ളത്തിൽ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ ആലോചനകളെ അവരുടെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് അവർ ഒന്നിച്ച് മതിൽ പണിയാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതിലിൻ്റെ പണി 52 ദിവസം കൊണ്ട് തീർന്നു. വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളൊരു ജോലി സ്ഥലത്താണെങ്കിലും, നിങ്ങളൊരു സഭയിലാണെങ്കിലും, നിങ്ങളൊരു ഓഫീസിലാണെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്നത് ഉത്സാഹമുള്ളവരെയാണ്. മടിയന്മാരെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നില്ല. മടിയന്മാരെ കർത്താവ് അന്വേഷിക്കുന്നില്ല. കർത്താവിൻ്റെ വേല മടി പിടിച്ചിരിക്കുന്നവർക്കുള്ളതല്ല. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതൊന്നും മനുഷ്യർക്കെന്നല്ല, മനസ്സോടെ കർത്താവിനെന്ന വണ്ണം ചെയ്യുവീനെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. നിങ്ങളൊരു സഭയിലായിരിക്കുന്നെങ്കിൽ, അല്ല ഒരു ഓഫീസിലായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, അത് പൂർണ്ണ മനസ്സോടെ ചെയ്യണം. കാരണം ദൈവവചനം പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവയെ, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് പറയാറുണ്ട്, ചാരി കസേരയിൽ കിടക്കുന്ന ഒരു മടിയനെ തൊടാൻ ദൈവം വരില്ല. എന്നാൽ കുഴിയിൽ വീണ് കിടക്കുന്ന ഒരുത്തനെ കൈ പിടിച്ച് കയറ്റാൻ ദൈവം തയ്യാറാണ്. വീണ് കിടക്കുന്ന ഒരുത്തനെ കൈ പിടിച്ച് അവനെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്താൻ കർത്താവ് തയ്യാറാണ്.
പക്ഷേ ചാരുകസേരയിൽ കിടന്ന് ഉറക്കം നടിക്കുന്ന ഉറങ്ങുന്ന ഒരു മനുഷ്യനെ തൊടുവാൻ കർത്താവ് വരുന്നില്ല. ദൈവം എപ്പോഴും ഉത്സാഹമുള്ളവരെ അന്വേഷിക്കുന്നു. നിങ്ങൾക്കറിയുമോ, കർത്താവായ യേശു തിരഞ്ഞെടുത്തത് മുക്കുവന്മാരെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. വലിയ ആൾക്കാർ അവിടെയുണ്ട്, കഴിവുള്ള പലരുമുണ്ട്. പക്ഷേ അധ്വാനിക്കുന്ന, ഉത്സാഹിക്കുന്ന, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്ന മുക്കുവന്മാരെ കർത്താവ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതിന് പിന്നിൽ കാരണമുണ്ട്. കർത്താവിന് അധ്വാനിക്കുന്നവരെ മതി, ഉത്സാഹമുള്ളവരെ മതി. യേശുക്രിസ്തു പറഞ്ഞ വാക്കെന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എല്ലാ മടിയന്മാരും എൻ്റെ അടുക്കൽ വരാനല്ല കർത്താവ് പറഞ്ഞത്. ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കുന്നവർ എൻ്റെ അടുക്കൽ വരാനല്ല യേശു പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത്, ഒരു ദൈവസഭയിലാക്കിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഏണി പിടിക്കുന്നവരായി നിൽക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഏണി പിടിക്കാൻ ഇവിടെ ആളില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഓരോ ബൾബുണ്ട്. അതുകൊണ്ട് ഏണി പിടിക്കാൻ ആളില്ലാത്തത് കൊണ്ട് എല്ലാവരും കൊച്ചു ബൾബുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. ആരുടെയും ബൾബ് കത്തുന്നുമില്ല, ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നുമില്ല. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നില്ല. എന്നാൽ ഒരു ഉണർവിന് നേതൃത്വം കൊടുക്കുന്ന, ദർശനം ഏറ്റെടുത്ത ഒരു വ്യക്തിയോട് ചേർന്ന് നിന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ, അതെ, ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. സുവിശേഷ വേല ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതല്ല, ഒന്നിച്ച് ചെയ്യാനുള്ളതാണ്. വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു പദം ഞാൻ ശ്രദ്ധിച്ചു. കടലിലെ വെള്ളത്തെ ബക്കറ്റിലെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ തിരയടിക്കില്ല. കടലിലെ വെള്ളത്തെ ബക്കറ്റിലെടുത്ത് ഒറ്റയ്ക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ അത് തിരയടിക്കില്ല അതിൽ. എന്നാൽ അത് കടലിൽ കടന്നാൽ ഓളമായി തിരയായി നിൽക്കും. ഒറ്റയ്ക്ക് നിന്നാൽ ഒരു തിരയായി നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഒന്നിച്ച് നിന്നാൽ വലിയൊരു ഉണർവായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങളെ എവിടെയാക്കി വെച്ചിരിക്കുന്നു അവിടെ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഏത് സ്ഥലത്ത് കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്നു അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. കർത്താവ് നിങ്ങളെ ഒരു കൂട്ടായ്മയിലാക്കിയിരിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നിങ്ങളെ ഒരു കുടുംബം ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നിങ്ങളെ ഒരു ഓഫീസ് ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. കാരണം അല്പത്തിൽ വിശ്വസ്തരായവരെയാണ് കർത്താവ് അധികത്തിൽ വിചാരകരാക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ സ്പർശിക്കും. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്കായി പ്രവർത്തിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന, കാണുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. എല്ലാ സഹോദരിമാരെ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ നിന്റെ തൃക്കരങ്ങളിലേക്ക് നൽകിത്തന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ അത്ഭുതത്തിൻ്റെ കരം ഇവരെ തൊടേണ്ടതിനായി, ഇവർക്കായി പ്രവർത്തിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവാത്മാവേ, വലിയൊരു മിറക്കിൾ, വലിയൊരു അത്ഭുതം ഇവരുടെ ലൈഫിൽ നീ ചെയ്യണമേ. കർത്താവേ, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ കഴിയാതിരിക്കുന്ന വ്യക്തികളുടെ ഉള്ളത്തിൽ ശരിയായ ദിശയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവരെ ഗൈഡ് ചെയ്യുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം വ്യക്തികളിൽ പകർന്ന് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം, കുറുകിപ്പോകാത്ത കരം, അത്ഭുതത്തിൻ്റെ കരം യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ ഇവരെ വിടുവിച്ചതിനായി നന്ദി. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാം കണ്ട സകലരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മാനിക്കട്ടെ. ഒറ്റ കാര്യം മാത്രം ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നു. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളും കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിന്നാലും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.